നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിൽ ബെറീമെന്റ് ഡേ നടത്തി. സെന്ററിൽ നിന്ന് സേവനം ലഭിക്കവേ മരണമടഞ്ഞ 20 രോഗികളുടെ അടുത്ത ബന്ധുക്കൾ അവരുടെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവച്ചു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതുമോൾ എബ്രഹാം, സെന്റർ പ്രസിഡന്റ് തോംസൺ വിജെ, സെക്രട്ടറി എൽസമ്മ ജോൺസൺ, ട്രഷറർ പ്രമീള അശോകൻ, പ്രോഗ്രാം കൺവീനർ OS വർഗീസ്, ഹോം കെയറിൽ പങ്കെടുക്കുന്ന വോളണ്ടിയർമാർ, സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു. അവരുടെ സന്തോഷത്തിനായി വോളണ്ടിയർമാർ കവിതകൾ ചൊല്ലുകയും പാട്ടുകൾ പാടുകയും ചെയ്തു. രാധാമണി രാജൻ നന്ദി പറഞ്ഞു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരിഷ് ക്ലബ് അംഗങ്ങൾ തളിക്കുളം ലിങ്ക് സെന്ററിൽ ക്ലബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഹോം കെയർ, ഫിസിയോതെറാപ്പി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും അവസ്ഥകൾ കാണുകയും അവരുമായി സംസാരിച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. തളിക്കുളം ലിങ്ക് സെന്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അശ്വതി സെന്ററിലെ ഫിസിയോതെറാപ്പി സേവനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. സിസ്റ്റർമാരായ ജയശ്രീ, അസ്മാബി എന്നിവർ ഹോം കെയറിനെ കുറിച്ച് വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആൽഫ മാള സെന്ററിൽ ഇന്നലെ നിര്യാതനായ സെന്ററിന്റെ പ്രഥമ ട്രഷറർ അസീസ് മാളയുടെ അനുസ്മരണ യോഗം നടന്നു. സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ്, സെക്രട്ടറി നിഷ അഷ്റഫ്, ട്രഷറർ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജനറൽ AA അഷ്റഫ്, രക്ഷാധികാരി ലിസി ജോണി, വിജയകുമാർ, അഷ്റഫ് വെളുത്തേരി, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.